ഓർക്കിഡ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭരണത്തിൽ പോലും കുട്ടികൾക്കും സ്ത്രീകൾക്കും സുരക്ഷയില്ലെന്ന് VS അച്യുതാനന്ദൻ. അനാശാസ്യം പെരുകുന്നത് തടയാൻ കൂട്ടായ്മകൾ തിരിച്ചുകൊണ്ടുവരണമെന്നും VS. കേരളപ്പിറവി ദിനാചരണം. സ്കൂളുകളിൽ ശ്രേഷ്ഠ ഭാഷയുടെ മഹത്വം കുട്ടികളിലേക്ക് പകർന്നു നൽകി പ്രധാന അധ്യാപകർ. കോർപ്പറേറ്റ് കേരളം നമുക്ക് വേണ്ടെന്ന ആഹ്വാനവുമായി AIYF അന്തിക്കാട് സമരകാഹളം നടത്തി. വാർത്തകൾ വിശദമായി. ഭരണരംഗത്ത് പോലും സ്ത്രീകൾക്കും കുട്ടികൾക്കും രക്ഷയില്ലെന്നും നാട്ടിൽ അനാശാസ്യം പെരുകുകയാണെന്നും പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. കഴിമ്പ്രം സഹയാത്രി കലാ സാംസ്കാരിക സമിതി സംഘടിപ്പിച്ച രണ്ടാമത് കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. ചടങ്ങ് ഒരുമയുടെയും ഉല്ലാസത്തിന്റെയും വേള. കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റ് എന്ന പേരിൽ സഹയാത്രി കലാ സാംസ്കാരിക സമിതി സംഘടിപ്പിച്ച ഈ ഉത്സവം നാടിന്റെ മഹാ ഉത്സവമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ടെലിവിഷനും അനുബന്ധ സംവിധാനങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ദൈനംദിന ഭാഗമായതോടെ പഴയകാല കൂട്ടായ്മകൾ അന്യമായി വരികയാണ്. ആളുകളൊക്കെ സ്വന്തം വീടുകളിൽ തന്നെ ആഘോഷങ്ങൾ നടത്തുകയും അവിടെ ഒതുങ്ങിക്കൂടുകയുമാണ് ചെയ്യുന്നത്. എല്ലാവരും സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കിക്കഴിയുന്ന സ്ഥിതി വ്യാപകമാകുകയാണ്. നഗരപ്രദേശങ്ങളിലാണെങ്കിൽ തൊട്ട് അയൽവക്കത്തെ വീട്ടിലെ കാര്യങ്ങൾ പോലും പലരും അറിയാറില്ല. പണ്ട് കാലത്ത് ഉത്സവകാലങ്ങളിൽ മാത്രമല്ല, സാധാരണ വൈകുന്നേരങ്ങളിലും ആളുകൾ പൊതുസ്ഥലങ്ങളിലും വായനശാലകളിലും സാംസ്കാരിക സ്ഥാപനങ്ങളിലും ഒക്കെ ഒത്തുകൂടുകയും പരസ്പരം ആശയവിനിമയം ചെയ്യുകയും ചെയ്യുന്നത് കാണാമായിരുന്നു. ഇത്തരം കൂട്ടായ്മകൾ നമ്മുടെ സാംസ്കാരിക ജീവിതത്തെ തന്നെ സജീവമാക്കുകയും ചെയ്തിരുന്നു. ഈ കൂട്ടായ്മകൾ അതായത് പലതരത്തിലും നമ്മുടെ ജീവിതത്തിൽ കലഹങ്ങൾക്കും നഷ്ടപ്പെട്ട കൂട്ടായ്മകൾ തിരിച്ചുകൊണ്ടുവരാൻ ഇത്തരം ബീച്ച് ഫെസ്റ്റിവലുകൾക്ക് കഴിയണമെന്നും VS പറഞ്ഞു. ഗീതാഗോപി MLA അധ്യക്ഷയായി. S ശർമ്മ MLA, CP സാലിഹ്, ബീന അജയഘോഷ്, അനിൽ പുളിക്കൽ, AB സതീഷ്, ശശികല ശ്രീവത്സൻ, PB ഹരിലാൽ, PB അഷ്റഫ് ഖാൻ തുടങ്ങിയവർ സംസാരിച്ചു. മുതലാളികളും ഇരുന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താന്യം ഗവൺമെന്റ് ഹൈസ്കൂളിൽ കേരളപ്പിറവി ദിനം ആഘോഷിച്ചു. കലാ സാംസ്കാരിക പരിപാടിയിൽ സിനിമാ താരം കലാഭവൻ സലീം ഉദ്ഘാടനം ചെയ്തു. മലയാള തനിമയോടെയും കേരള സംസ്കാരത്തെയും മുന്നിട്ട് നിർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും എന്റെ ഹൃദയംഗമായ കേരളപ്പിറവി ദിനാശംസകൾ. ഇവിടെ ഇപ്പോൾ ഞാൻ വന്നപ്പോഴാണ് അറിഞ്ഞത് ട്രാൻസ്ഫർ മരവിപ്പിച്ചു. അങ്ങനെ ട്രാൻസ്ഫറുകൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം പോകാൻ നിശ്ചയിക്കുന്നു, അതേസമയം ഒരു മാസ്റ്റർ പോകുന്നില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് ഇതെല്ലാം ഇങ്ങനെ നടക്കുമ്പോൾ ഗൗരവതരമായി ഒരു ചെറിയ കാര്യം നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
ഇതത്ര എളുപ്പമല്ല ഈ ട്രാൻസ്ഫറായി പോവുക എന്നുള്ളത്. കാരണം അധ്യാപക വൃത്തി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വളരെ ഉത്കൃഷ്ടവും മഹത്തരവുമായ ഒരു സേവനമാണെന്നാണ്. ഒരല്പം വൈകാരികാധിഷ്ഠിതമായ ഒരു തൊഴിലാണ് ഈ അധ്യാപകർ. ചില അധ്യാപകർക്ക് ഈ വിദ്യാർത്ഥികൾ അവരുടെ മക്കളെ പോലെയാണ്. മറ്റു ചിലർക്ക് അധ്യാപനം എന്നുള്ളത് അവരുടെ ഒരു ജന്മസാഫല്യമാണ്. ഈ കുട്ടികളുടെ സുഖദുഃഖങ്ങളെല്ലാം തങ്ങളുടെ മനോവ്യാപാരത്തിലേക്ക് വ്യാപരിപ്പിക്കാൻ കഴിവുള്ള അധ്യാപകരും നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാലയങ്ങളിലെ സൗഹൃദ അന്തരീക്ഷങ്ങളുടെ അനുഭൂതിയെ PTA പ്രസിഡന്റ് അശോകൻ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ ചന്ദ്രപാലൻ മാസ്റ്റർ, പ്രധാനാധ്യാപകൻ ഷാജു, PTA വൈസ് പ്രസിഡന്റ് ജൂലി രാജേഷ്, ഷിജു, വിദ്യാർത്ഥികളായ ജോസ് പോൾ, ജസ്ലിൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ നാടൻ പാട്ടും കലാപരിപാടികളും ഉണ്ടായി. അഴിമതി ഭരണത്തിനെതിരെ ജനമുന്നണിയുടെ ആഭിമുഖ്യത്തിൽ തളിക്കുളം പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി. വിമത CPM മേഖലാ പ്രസിഡന്റ് TL സന്തോഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തീരുമാനിക്കാൻ പാടുള്ള തർക്കം കഴിഞ്ഞു, നടത്താൻ തീരുമാനിച്ചപ്പോൾ ഇവിടുന്ന് ഫണ്ട് കൊടുക്കാൻ പറ്റില്ല. പണ്ട് മുതലേ ഇടതുപക്ഷത്തിന്റെ ഒരു DMC കാലത്തും DMC ഇവിടുത്തെ കോൺഗ്രസിന്റെ കയ്യിലാണ്. കാരണം നമ്മുടെ സ്നേഹതീരം പാർക്ക് ഉണ്ടാക്കുമ്പോ ആദ്യം UDF ഗവൺമെന്റിന്റെ കാലത്ത് പണിത് പൊളിഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ സംരക്ഷിച്ചത് കൊടിയേരിയാണ്. കൊടിയേരി കോടികൾ അനുവദിച്ചു. പിന്നെ സീവാള് കെട്ടാൻ പ്രേമേന്ദ്രൻ 75 ലക്ഷം അനുവദിച്ചു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും അനുവദിച്ചു. അങ്ങനെയാണല്ലോ. അങ്ങനെ 4-5 കോടി കയറി കിടക്കുന്നുണ്ട്. അപ്പൊ അവിടെ വരുന്ന ആൾക്കാർ ഇന്ന് പണം പിരിക്കുന്നുണ്ട്. ആ പണം പിരിക്കുന്നതിന് കുറച്ച് കാശ് ഈ ഓണാഘോഷത്തിന് കൊടുക്കണമെന്ന് പറ്റില്ല. MLA ആഘോഷവും നടത്തിയില്ല, പോര് ബാക്കി 4 പോസ്റ്റർ മാത്രമുണ്ട് ബാക്കി. പക്ഷെ ഓണാഘോഷം നിർത്താൻ പറ്റുമോ? ഈ ചെലവില്ലെങ്കിൽ വേറെ നടത്തണം. അപ്പോഴാണ് ഒരു കാർണിവൽ കൊണ്ടുവന്നു. ഞങ്ങൾ നോക്കിയപ്പോ 6 റൈഡുകളിലായിട്ട് 141 സീറ്റുണ്ട്. ഒരു സീറ്റിൽ കയറാൻ കുട്ടികൾക്കുള്ള റൈഡിൽ 6 സീറ്റുള്ള റൈഡിൽ 30 റുപ്യ, ബാക്കി സീറ്റിലൊക്കെ 40 റുപ്യാണ്. ഒരാള് കയറിയ 40 റുപ്യ. ഒരു ദിവസം 32 മറ്റേ സീറ്റിലെ ട്രെയിനിന് അതിനെപ്പോഴും ആളുണ്ട്. എന്ന് വെച്ചാൽ മിക്കവാറും സമയങ്ങളിൽ ഈ റൈഡുകളിൽ പൂർണ്ണമായിട്ടും ആളുകളായി പണം പിരിച്ചിട്ടുണ്ട്. 35 ദിവസം ഈ പറയുന്ന കാർണിവൽ അവിടെ നടന്നിട്ടുണ്ട്. അതെല്ലാം കൂടി കണക്കാക്കിയപ്പോ ഏകദേശം 3.5 കോടി രൂപയോളം അവിടെ വരുമാനം ഉണ്ടാകാവുന്ന തരത്തിലുള്ള ഒരു കാർണിവൽ അവിടെ നടന്നിട്ടുള്ളത്. PK ദാവൂദ്, സാമി പട്ടർപുരയ്ക്കൽ, VP രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സ്നേഹതീരം കാർണിവൽ അഴിമതി അന്വേഷിക്കുക, പൊതു ശ്മശാനം സ്ഥാപിക്കുക, തെരുവ് വിളക്കുകൾ കത്തിക്കുക, സ്നേഹതീരം പാർക്കിൽ നിന്നും നികുതി പിരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തളിക്കുളം കൊപ്രക്കളത്തു നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ജനമുന്നണി സിന്ദാബാദ്, ജനമുന്നണി സിന്ദാബാദ്, ജനമുന്നണി സിന്ദാബാദ്, ജനമുന്നണി സിന്ദാബാദ്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒത്താശയോടെ അന്തിക്കാട് KGM LP സ്കൂളിൽ കേരളീയം 2013 പരിപാടി നടന്നു. നിരന്തരം നമ്മൾ ജോലി ചെയ്യുന്നത്, പാചകം ഉണ്ടാക്കുന്നവരും അത് കൃത്യസമയത്ത് കൂടുതൽ വന്ന് നമ്മൾ ആ കടമ ചെയ്യാൻ അവരാണ് ബാധ്യസ്ഥരാണ്. പക്ഷെ അത് നമ്മുടെ കുട്ടികൾക്കായിട്ട് കലാലയത്തിനകത്തുള്ളത് സമർപ്പിക്കാൻ നിങ്ങൾ കാഴ്ച ഇച്ഛാശക്തി. പക്ഷേ നമ്മുടെ മുന്നിലിരിക്കുന്ന പിഞ്ചു കുട്ടികൾ അതെന്നും മനസ്സിലോർക്കും. ആ ഓർമ്മ നിലനിർത്താനും സമൂഹത്തിൽ നല്ല കുട്ടികളായി വളരാനും അവർക്ക് നൽകിയ സംഭാവന ഏറെ വളരെയധികം അഭിനന്ദനമാണ് എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. സ്കൂളിലെ കുട്ടികളുടെ രക്ഷിതാക്കൾ ഉണ്ടാക്കിയ 200-ൽ പരം പലഹാരങ്ങൾ, കറികൾ, പ്രാചീന കലാരൂപങ്ങൾ, കേരളീയമായി ബന്ധപ്പെട്ട കലകൾ, പഴവിഭവങ്ങൾ, പാളപാത്രങ്ങൾ എന്നിവയുടെ പ്രദർശനം അന്തിക്കാട് SIC പ്രേമാനന്ദകൃഷ്ണൻ മുഖ്യ അതിഥിയായി. ഞാൻ ഒരു 3 വിഭാഗങ്ങളോടാണ് ഇത് നന്ദി പറയുന്നത്. ഇത് നന്ദി പറയാനൊരു കാരണമുണ്ട്. ഒന്നേ വിഷയം, 2 എന്റെ പണി കുറച്ച് തന്നേക്കും. അത് എന്റെ പണിയൊക്കെ കുറയ്ക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ മുമ്പിൽ വരുന്ന പരാതികളുടെ അടിമ കുടുംബ പ്രശ്നങ്ങളിൽ പറയുന്നത് സാറേ അവർക്കൊരു വസ്തു അറിയില്ല. എന്നോട് പറയുന്നത് അമ്മായിമ്മ അല്ലെങ്കിൽ നാട്ടൂർ അല്ലെങ്കിൽ ഭർത്താവ് പറയുന്ന ഒരു പരാതി അവർക്കൊരു വസ്തു അറിയില്ല.
വസ്തു അറിയണമെങ്കിൽ നമ്മൾ പഠിപ്പിക്കട്ടെ. നമ്മൾ പഠിപ്പിക്കാൻ പോലെ നമ്മുടെ കുട്ടികൾക്ക് വസ്തു അറിയും. ഇപ്പൊ നമുക്കൊക്കെ ന്യൂക്ലിയർ ഫാമിലിയാണ്, 2 കുട്ടികളുണ്ട്. നമ്മളൊക്കെ അവർക്ക് ഇപ്പൊ എന്റെ മോളൊക്കെ അടുപ്പിന്റെ അവർക്ക് പോകുമ്പോഴേക്കും വൈഫ് പറയും എനിക്ക് മോളെ കൈ കൊള്ളും. ഞാൻ പറയുന്നു കൈ കൊള്ളണം. കൈ കൊള്ളിയാൽ ജീവിതത്തിൽ കൊള്ളൽ ഉണ്ടാവില്ല. അതായത് നമ്മളൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കൊടുക്കുന്ന സമയത്ത് അവർക്ക് ആ വീട്ടിൽ അറ്റ്ലീസ്റ്റ് ഭർത്താവിനും അമ്മായിക്കും അവരുടെ കുടുംബാംഗങ്ങളുടെ ഭക്ഷണം പാചകം ചെയ്യാനുള്ള ഒരു അറിവേക്കും നമ്മുടെ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഉണ്ടായിരിക്കണം. ആൺകുട്ടികൾക്ക് ഉണ്ടാവുന്നത് നല്ലതാണ്. കാരണം ഞാനത് അനുഭവിച്ചതാണ്. അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ ഒരു സ്ട്രൈക്ക് ചെയ്ത നമ്മളൊക്കെ ബുദ്ധിമുട്ട് പോകും. എന്റെ വയസ്സ് എന്തായാലും സ്ട്രൈക്ക് ചെയ്ത അവർ പരാജയപ്പെടുന്നല്ലാതെ രക്ഷയില്ല. കാരണം ഞാൻ അത്യാവശ്യം പാചകം ഇതിൽ ചെയ്യും. അപ്പോ നമ്മുടെ കുട്ടികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണം. ഇപ്പൊ ഞാൻ ഒരു റവപ്മാവ് ഉണ്ടാക്കുകയാണെങ്കിൽ എന്റെ മോളെ ഞാൻ വീരത്തിൽ കേൾപ്പിക്കും. വീരനാണ് പറയാം. ഇപ്പൊ നമ്മുടെ ടൈൽസ് PTA പ്രസിഡന്റ് ഇ രമേശൻ, ജോഷി ഡി കൊള്ളന്നൂർ, സിന്ധു ടീച്ചർ, ഷിബു കൊല്ലാറ, TI ചാക്കോ, S കുമാർ അന്തിക്കാട്, പപ്പൻ അന്തിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. തളിക്കുളം പഞ്ചായത്ത് ഓഫീസിലേക്ക് വിമത CPM നടത്തിയ സമരം അപഹാസ്യമായെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ഇവരുടെ ഭരണകാലത്ത് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും കോൺഗ്രസ് ചെയ്യുന്നത് കണ്ട് അസൂയ മൂത്ത് നടത്തിയ സമരമാണിതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് PA ഷൌക്കത്ത് അലി പറഞ്ഞു. ശ്മശാനത്തിനുള്ള ടെൻഡർ നടപടി കഴിഞ്ഞ് ശ്മശാനം യാഥാർത്ഥ്യമാകാൻ പോവുകയാണെന്നും സ്നേഹതീരത്ത് ടിക്കറ്റ് വെച്ച് നടത്തിയ മത്സ്യോത്സവത്തിനും പെട്രോയും അടക്കം നികുതി പിരിക്കാൻ മുൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകാത്തതിന്റെ കാരണവും വ്യക്തമാക്കണമെന്ന് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA ഷൌക്കത്ത് അലി ആവശ്യപ്പെട്ടു. കാര്യങ്ങളാണ് ഇന്നിവിടെ വന്നവർ പറഞ്ഞത്. എന്തായിരുന്നു? 1 പൊതുശ്മശാനം, 2 തെരുവ് വിളക്കുകളുടെ റിപ്പയറിംഗ്, 3 വിനോദ നികുതി. ഞാനിതുമായി ചുരുക്കി പറയാം. കഴിഞ്ഞ 47 വർഷം വിമത CPM-ഉം അതുപോലെ തന്നെ അതിനു മുൻപ് ഭരിച്ചിരുന്ന ഇടതുപക്ഷത്തിന്റെ അതിനുവേണ്ടി നേതൃത്വം നൽകിയിരുന്ന TL സന്തോഷ് അടക്കമുള്ളവരായിരുന്നു ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. അദ്ദേഹം വരെ നേതൃത്വം നൽകിയിരുന്ന പാർട്ടിക്ക് നടത്താൻ പറ്റാത്ത പൊതുശ്മശാനത്തെ കുറിച്ചാണ് അവർ ഇന്നിവിടെ വന്ന് പറഞ്ഞത്. വളരെ സന്തോഷമുണ്ട്. അവരുടെ പരാജയം ഈ പഞ്ചായത്തിന്റെ മുന്നിൽ വന്ന് വിളിച്ചു പറഞ്ഞാൽ നമുക്ക് അറിയാൻ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട, ഞാൻ പറയുന്നത് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ യോഗത്തിൽ പൊതുശ്മശാനം ടെൻഡർ ചെയ്യാൻ തീരുമാനിക്കുകയും അതിന്റെ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണ് എന്ന് അറിയിച്ചപ്പോൾ വിമത CPM-ന്റെ ഒരു ജനപ്രതിനിധി അവരുടെ പാർട്ടിയിൽ പോയി ഇത് പറയുകയും പാർട്ടിയിൽ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തണം എന്ന് പറഞ്ഞപ്പോൾ ആ പാർട്ടി മീറ്റിംഗിൽ നിന്ന് എന്നെ വിളിച്ചു പറഞ്ഞത് എനിക്കറിയാം. കാരണം നമുക്ക് നടത്താൻ പറ്റാത്തത് ഒരു പുതിയ ഭരണസമിതി വന്ന് നടത്തുമ്പോൾ അതിനെതിരെ മാർച്ചിന് പോകണ്ട എന്നുവരെ അവരുടെ പാർട്ടി മീറ്റിംഗിൽ ചർച്ച വന്നതാണ്. പക്ഷേ 1 ലക്ഷം രൂപ ചെയ്തുകൊണ്ട് 3 പട്ടികജാതി കോളനികളുടെ നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നവീകരണത്തിന്റെ പരിപാടികൾ നടത്തുമ്പോൾ 1 വർഷവും 2 വർഷം 3 വർഷമായിട്ടാണ് പദ്ധതികൾ വെച്ചിട്ടുള്ളത്. അല്ലാതെ പഞ്ചായത്തിൽ ഒറ്റയടിക്കെടുത്ത് ഒരു പഞ്ചായത്തിന്റെ കോളനിയുടെ നവീകരണം നടത്താൻ സാധിക്കില്ല. അപ്പൊ ബോർഡുകൾ വന്നിരിക്കുന്നു, പണികൾ നടക്കുന്നില്ല. പണികൾ നടക്കണമെങ്കിൽ ഓരോ വർഷത്തിനൊക്കെ അനുവദിച്ചുള്ള പഴുവിൽ സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ നടന്ന കേരള പിറവി ദിനാഘോഷം സ്കൂൾ മാനേജർ ഫാദർ ആന്റണി ആലുക്ക ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക ഷേർലി ജോൺ, PTA പ്രസിഡന്റ് ഷാജഹാൻ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രേഷ്ഠ ഭാഷാ പദവി വിളിച്ചോതിക്കൊണ്ട് കുട്ടികളുടെ അക്ഷര റാലിയും കലാപരിപാടിയും ഉണ്ടായി.